നമസ്കാരം, മങ്കി ബേസ് ആണ്. ഒരു ചെറിയ സാധനം എഴുതിയിട്ടുണ്ട്. ഇന്ന് ഡിസംബർ 18. ലയണൽ മെസ്സി എന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ബാലൻ ഒരു ഫുട്ബോളിലോണം വളർന്നു കഴിഞ്ഞതിന് ശേഷം തൻ്റെ മാതൃരാജ്യം തോളിലേറ്റി വെച്ച ഡിയാഗോ അർമാൻഡോ മറഡോണ എന്ന ദൈവത്തോളം വലിപ്പമുള്ള ഭാരം ഇറക്കി വെച്ച ദിവസം. ചുരുക്കി പറഞ്ഞ ഗോഡ് സ്റ്റാറ്റസിൽ നിന്ന് ദ കംപ്ലീറ്റ് ഫുട്ബോൾ പ്ലെയർ എവർ ആയി മാറിയ ദിവസം. യൂറോപ്പിൻ്റെ പൂർണ്ണതകൾക്കിടയിലും അർജൻറ്റീനയിലെ അപൂർണതകളിൽ അയാൾ ജയിക്കാൻ ശീലിച്ച തൻ്റെ മെൻ്റൽ ട്രോമകളുടെ ബാക്കിപത്രമാണ് സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ലോകകപ്പ്. ലയണൽ മെസ്സി ഒരു കവിത പോലെയാണ്. വായിക്കും തോറും അയാൾ നടന്ന വഴികൾ വരികളായി നമുക്കുള്ളിലേക്ക് രരിവ് പോലെ ഒഴുകിയെത്തും. അതിന് പണ്ടെങ്ങാണ്ടോ ഓടിട്ട ക്ലാസ് മുറിയിൽ പുറത്തെ തുലാമഴയുടെ തണുപ്പിലിരുന്ന് കേട്ട മലയാളം പദ്യത്തിൻ്റെ സുഖമാണ്. അർജൻറ്റീനിയൻ ആരാധകരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി ലയണൽ മെസ്സിയോടൊപ്പം ഒരു പറ്റം ചാവേറുകളുണ്ടായിരുന്നു. സേനാ തലവന്മാരായി ഡിമരിയും എമിലിയാനോ മാർട്ടിനസും. അവരെല്ലാം ഇങ്ങനെ മറക്കാനാണ് അല്ലേ? 2022 മുതൽ ഇനിയുള്ള ഓരോ ശീതകാലവും ലയണൽ മെസ്സിക്കും അർജൻറ്റീനയ്ക്കും മാത്രമുള്ളതാണ്. പരാജയങ്ങളും പരിഹാസങ്ങളും കുമിഞ്ഞുകൂടിയ ജീവിതത്തിൽ തിരുവോരങ്ങളിൽ ഞങ്ങളിൽ ചിലർ അന്ന് അയാൾ പകർന്ന വെളിച്ചത്തിൻ്റെ പ്രതീക്ഷയിൽ മുന്നോട്ട് നടക്കും. താങ്ക് യു ഫോർ റീഡിഫൈനിങ് ഹോപ്പ്.